അങ്ങനെ നമ്മള് എത്തിട്ടോ, നമ്മളെ പരപ്പ ടൗണിക്ക് എത്തിപ്പോ. കൊറേ നേരമായി പോന്നിട്ട്. ഇങ്ങോട്ട് എത്തിയപ്പോ മഴേന്റെ കോളുണ്ട്. ആ, അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് മഴ പെയ്താ നമ്മള് പെട്ടുട്ടോ. ആ മഴയത്ത് വീഡിയോ എടുക്കലും നടക്കൂല. നമ്മളിങ്ങനെ നോക്കി നിക്കണം മഴ കുറയണവും കണ്ട്. അങ്ങനെ നമ്മള് പരപ്പ ടൗൺ നോക്കി. ഇന്നിപ്പോ ഏതോ ദിവസം ഫുൾ അടവാണല്ലോ. ഇന്ന് ചൊവ്വാഴ്ച കട അടവാ. ഇവിടെ ഒരു 3-4 കടയൊക്കെ അടച്ചിട്ടേക്കണ. അവിടെ ഉണ്ട് അല്ലേ? അപ്പുറത്തെ 2-3 ഷട്ടർ ഇട്ട് കണ്ടു. എന്താണാവോ, എന്തേലും തിരക്കൊക്കെ ആയിട്ട് പോയതൊക്കെ ആവും അല്ലേ? കൊറേ കടകൾ തുറന്നിട്ടുണ്ട്. ആ, ചിലര് വേറെ എന്തെങ്കിലും ഏർപ്പാടോ അതിന്റെ എക്സ്ട്രാ വേറെ ജോലിക്കാരൊക്കെ പോണൊക്കെ ഉണ്ടെങ്കിലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും പല പല തിരക്കുകളും ഉണ്ടാവില്ലേ? അപ്പൊ നമ്മള് പരപ്പ ടൗണിൽ കൂടെ ഇങ്ങനെ പോവാ. ഇന്നിപ്പോ മീൻ കുറവാണല്ലോ. ഉച്ചക്ക് ശേഷം മീൻ ഉണ്ടാവുക. ഉച്ചക്ക് ശേഷം ആ മീൻ രാവിലെ ചിലപ്പോ കൊണ്ടുവരും. വൈകുന്നേരമാണ് അവിടെ ആള് ഇഷ്ടം പോലെ മീൻ കാണട്ടോ. അവിടെ നല്ല നല്ല മീൻ കിട്ടും. നമ്മളിതിലെ പോകുമ്പോ സ്ഥിരം അവിടുന്നല്ലോ വാങ്ങല്. ഇതിലെ പോകുമ്പോ ഇവിടുന്ന് വാങ്ങും. അല്ലെങ്കിൽ തിരിച്ച് അപ്പുറം വഴി കാഞ്ഞങ്ങാടുന്നൊക്കെ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ മാവുങ്കാലിന്ന് വാങ്ങും അല്ലേ? അങ്ങനെയാണ്. മഴ പെയ്യാതിരുന്നാലും മതിയായിരുന്നു. മഴ പെയ്താല് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. വീഡിയോ എടുക്കും. ഇതിലേറെ വലിയ മഴക്കാലത്ത് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ചെറിയ മഴക്കാലം. അങ്ങനെ നമ്മൾ വന്ന് പരപ്പൊക്കെ കഴിഞ്ഞ് ഇത് സ്ഥിരം റൂട്ടാട്ടോ. അതിപ്പോ നമുക്ക് എന്നും വണ്ടി ഓട്ടോമാറ്റിക് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ വണ്ടിക്ക് തന്നെ പരിചയമായി. നമ്മള് പിന്നെ അധികം വീഡിയോ ഇടുന്നത് ചെറുപുഴ, ചിറ്റാരിക്കല്, ആലക്കോട്, കണ്ണൂര്, ഇങ്ങനെ ഈ ഒരു ഏരിയ തന്നെയാണ് അധികം പോക്ക്. ഇപ്പൊ ഇരുട്ടിയിൽ പോയിട്ട് കൊറേ ആയില്ലേ? മറ്റേത് ഇരുട്ടി മട്ടന്നൂര് ഇടയ്ക്കിടയ്ക്ക് പോലുണ്ടായിരുന്നു. ഇപ്പൊ ആ റൂട്ടിലില്ല. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഉണ്ടാവുമ്പോ പോണം നമുക്ക്. അനക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ ഇരുട്ടിക്ക് പോവാ. നമുക്ക് അവിടെ പോയി നിക്കണോ കുറച്ച് ദിവസം? നമുക്ക് നാട്ടിക്കണ് പോയാലോ? മലപ്പുറത്തേക്ക് അവിടെ നല്ല വർക്കാലോ അല്ലേ? അവിടെ കുറച്ചുകൂടി കച്ചവടം നടക്കും. കച്ചവടം നടക്കും. ഇവിടെയൊക്കെ എന്താ വെച്ചാ കുന്നും മലയും ചെരുവൊക്കെ ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ. ഉള്ള ഏരിയകളൊക്കെയാണ് കാസർഗോഡ്, കണ്ണൂര് ഒരുവിധം. നമ്മളെ നാട്ടിലത്തെ മാതിരിക്കല്ല. നമ്മളെ നാട്ടിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇതല്ലേ ഇത്രക്ക് ഉണ്ട് ഇല്ലായിട്ടല്ല. പക്ഷെ നമ്മളെ നാട്ടിലത്തെ മാതിരിക്കുള്ള വലിയ വലിയ അവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളും തിങ്ങിക്കൂടി കടകളും. ഇവിടുത്തെ നമ്മള് വീഡിയോ ഇടുമ്പോ പറയും ഇവിടെ കുന്നുമലയാണ് അറിയും. നാട്ടില് വീഡിയോ ഇടുമ്പോ പറയും അവിടെ അതിലേറെ വലിയ കുന്നുമലയാണ് അറിയും. കാളിയാവിലല്ലേ ആനല്ല എന്താ കടുവ ഈ ഇടയ്ക്ക് കടിച്ചു ഇതാക്കി കൊന്നത് ഒരാളെ. അങ്ങനെ ഓരോ ഏരിയയിലും ഓരോ പ്രശ്നങ്ങൾ. ഇവിടുത്തെ വീഡിയോ ഇടുമ്പോ നമ്മളെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് അടിക്കും. എന്ത് പറയും? പുലിയുള്ള സ്ഥലമാണ്. പുലി കുറെ ആൾക്കാർ അതിനായിട്ടിരിക്കാണ്. ചെലോലുണ്ട് അതിനായിട്ട് ഇരിക്കണോല്. പുലി ഇറങ്ങണ സ്ഥലാണ്. അവരൊന്നും പുലിയെ, ആനയും, പന്നി, പിന്നെ കാട്ടുപോത്തിനെ ഇതുവരെ ഇറക്കിയിട്ടില്ല. കാട്ടുപോത്തിന് അടിപൊളി ലോറിയൊക്കെ തമ്പുരാൻ നല്ല കളറൊക്കെ കറുപ്പ് കളർ അടിച്ച് ആനയെ, പുലി, കാട്ടുപോത്തിനെ ഇറക്കാത്തവരുണ്ടെങ്കിൽ ഓലറ്റൊന്നും വാങ്ങൂല. അല്ലാള്ളൊരറ്റൊന്നും വാങ്ങാനായിട്ട് അയക്കൂല. തിന്നൂല, തീറ്റിക്കൂല പറഞ്ഞമാരിക്കാണ്. ഒരു പണിയില്ലാതെ അതിനായിട്ട് കമന്റ് ഇടാനായിട്ട് നിൽക്കാണ് അല്ലേ? കമന്റ് ഇടണം. നമ്മക്കും വേണ്ടിയ കമന്റാണ്. നിങ്ങളെ കമന്റാണ് നമ്മളെ നല്ലൊരു ഇത് പറഞ്ഞാല് അല്ലേ? ആ ഒരു ഇതുള്ളോണ്ടാണ് നമ്മളൊരു ഇതിൽ ഇങ്ങനെ കുഴപ്പമില്ലാകുമ്പോൾ പരിപാടി ഗംഭീരവും പറഞ്ഞ പോലെ. അതെ, കമന്റുകൾ കൂമ്പാരമാകുമ്പോൾ നമ്മളെ ചാനലും നല്ലൊരു ഇതാവും.
നിങ്ങൾ ഇടുന്ന ലൈക്കും കമന്റും ഷെയറും അതാണ് നല്ലൊരു ഇത് അല്ലേ? നല്ല രീതിയാണ്. വലത്തേക്ക് തിരിയാനുള്ളതൊക്കെ ഇട്ടുണ്ട്. ഇനി ഇടത്തേക്കാവും പോയി തിക്കാറില്ലേ. അറിയാതായതാവൂലേ? അങ്ങനെ നമ്മളെ വെള്ളരിക്കുണ്ട് ടൗൺ ഇങ്ങനെ തുടങ്ങിട്ടപ്പോ വലിയ തിരക്കുകളൊന്നുമില്ല. വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഇഷ്ടംപോലെ വണ്ടികളൊന്നുമില്ല. ഉണ്ടോ പോലീസ്? അങ്ങനെ നമ്മളെ വെള്ളരിക്കുണ്ട് ടൗൺ ആണത്. നമ്മളെ എന്തുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് ഇങ്ങനെ വെള്ളരിക്കുണ്ട് പറഞ്ഞ പേര് വന്നറിയൊക്കെ ഇല്ല. എന്തുകൊണ്ടായിരിക്കും ചെലപ്പോ ആണെങ്കില് ബസ് സ്റ്റാൻഡിന്റെ എന്തോ പുനർനവീകരണം എന്നൊക്കെ പറയണ അങ്ങനെ എന്തോ സംഭവമാണ് തോന്നുന്നു. എന്താണ് എന്തോ ആയുർവേദ പച്ചമരുന്ന് സംഭവങ്ങളാണ്. അപ്പൊ വെള്ളരിക്കുണ്ട് താലൂക്ക് വെള്ളരിക്കുണ്ട് KL79 രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ കുറെ കാലമായി വെള്ളരിക്കുണ്ട് കാണണം എന്ന് വിചാരിക്കുന്നത്. വെള്ളരിക്കുണ്ടോ? കൊപ്പയം വെള്ളരിക്കുണ്ടൊക്കെ കണ്ട് കണ്ണം പൂട്ടിയാണോ എന്ന് ഇതിലെ പോകുമ്പോ പോലെ ചേട്ടായി. ചെങ്ങായി പതുക്കെയാണല്ലോ പോകുന്നത്. ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ടായോ ആയിരിക്കും. അപ്പുറത്തല്ലേ നാണ്ട് എത്രങ്ങാനും വണ്ടിയല്ലേ നേരന്ന് കിടക്കണ്. ഇങ്ങോട്ടാണ് പോകുന്നത്. ചേട്ടൻ ഭയങ്കര സ്പീഡിൽ നടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ മാലോം റോഡിന് തിരിയുകയാണ് ഗായ്സ്. അവിടെ കിച്ചുവിന്റെ വണ്ടി. ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ജിംനി ഭയങ്കര ഇഷ്ടമാണ് അവനത്. ചെറിയ വണ്ടിയാണ് അല്ലേ? ലുക്ക് ഉണ്ട് കാണാൻ. ചെറിയ വണ്ടി. ഇത് കൊടുക്കൂല. ഇത് കൊടുക്കാതെ വേണമെങ്കിൽ എടുത്തോ. നമ്മളെ മുത്താണിത്, നമ്മളെ ചങ്കാണ്, നമ്മളെ കട്ടയാണിത്. എന്നിട്ട് അതിനെ കൊടുക്കേ. നമ്മളെ പൊലിയറ നമ്മളെ ചങ്കല്ലേ ആണ്. കാണൂല. അവിടെ മേലെയാണ്, കാണൂല. നേരെ പോകുമ്പോൾ വലതുവശത്ത്, നേരെ പോകുമ്പോൾ ഇടതുവശത്തായി മുൻപൊരു തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്നു. ഇതായിരുന്നു നമ്മൾക്ക് ഇല്ല 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു തിയേറ്റർ ആയിരുന്നു. 15 വർഷമല്ല, 20. ഞാൻ നിങ്ങള് പോയില്ലേ? ഫാനായിക്കൂലേ? ഉണ്ടാവില്ല. ഒരു സിനിമ ഏതപ്പോ സിനിമ ലാലിന്റെയും പിന്നെ ബിജുമേനല്ല വിശ്വനാഥിന്റെ കിട്ടിയ ബാബുരാജ് ഉള്ളൊരു സിനിമ ഉണ്ടല്ലോ, സോൾട്ട് ആൻഡ് പെപ്പർ. അതേ അവിടെ കണ്ടേ. അയാളെങ്ങനെ വന്നിട്ട് പറഞ്ഞ് സിനിമ തുടങ്ങുന്ന ഒരു 5 ആളും കൂടി വന്നാൽ നമുക്ക് തുടങ്ങാറുണ്ട്. അപ്പൊ ആകെ 5 ആളുള്ളൂ. അങ്ങനെ ആളില്ലാതെ കൂട്ടിയതാണ്. അതിനെല്ലാരും ഒറ്റപ്പെടുത്ത നേരെ നീലേശ്വരം കാഞ്ഞങ്ങാട് കേറൂലേ? കാഞ്ഞങ്ങാട് എത്തിക്കഴിഞ്ഞാൽ എത്രങ്ങാനും തിയേറ്റർ ഉണ്ട്. അല്ല കിടിലൻ തിയേറ്റർ. വിനായക ഉണ്ട്, ദീപ്തി ഉണ്ട്, ഏതൊക്കെയോ കൊറേ അല്ലേ. വിനായക പാരഡൈസ്. ആ തിയേറ്ററിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ പോകുന്നില്ലല്ലോ? ഒരു VGM ബ്ലൂ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല. അതിന് പോകുന്നു പോലീസ്. പക്ഷെ അവിടെ ടിക്കറ്റിന് 190 റുപ്യ. അടിപൊളി തിയേറ്ററാണ്. നെക്സ്റ്റ് ടൈമിൽ പോവാം. നമ്മൾ 4 ആള് പോകണമെങ്കിൽ 1000 റുപ്യ വേണം ടിക്കറ്റിനും. പിന്നെ അല്ലറ
ചില്ലറ സാധനങ്ങളും അല്ലേ എല്ലാം പാടെ 1000 റുപ്യ 1500 റുപ്യാവും. അങ്ങനെ നമ്മള് മാലോൺ ടൗണിലേക്കാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കയറ്റൊക്കെ കേറി ഇങ്ങനെ കമന്റ് ചെയ്യാം. അതെ അതെ അതന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് ഇല്ലേ. അപ്പൊ നിങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞോളി അല്ലേ. നല്ല അടിപൊളി സ്ഥലമല്ലേ ഇവിടെ. നല്ലൊരു ടൗണാണ്. ആര് ആ സ്ഥലത്തിന്റെ നമ്മളെ മാലോൺ ടൗൺ, കേരളത്തിലെ കൂർഗ് എന്ന് അറിയപ്പെടുന്ന നമ്മളെ മാലോൺ ടൗണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ടൗണ്? നല്ല ടൗണാ. എത്ര കാലം മാലോത്തുണ്ടായിരുന്നേ. മാലോ മങ്ങാടിയിൽ തേരാപ്പാര നടന്നതാണ്. നല്ല നല്ല അവിടെ നല്ല ഷർട്ട് ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോ നോക്കിയാലോ. നോക്കാം. ഈ ഇടയ്ക്ക് അവിടെ നിർത്തായിരുന്നു. ഒരു കറുപ്പും വെള്ളല്ലേ നല്ലതായിരുന്നു. ആ ഒരു കട്ടിയില്ല, കുഴഞ്ഞിരിക്കാണ്, മേത്തിങ്ങനെ ഒട്ടിയിരിക്കും. മെറൂൺ അങ്ങനെയുള്ള കളർ. എക്കോയാണ്. അങ്ങനെ നമ്മള് പുതിയ പമ്പിക്കാണ്ട് എത്തിട്ടോ. ഇതാണ് നല്ല അടിപൊളി ഒരു പമ്പ് ഉണ്ട് ഇവിടെ ഉണ്ട്. നമ്മള് പോലുണ്ടല്ലോ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ഈ വഴിക്ക് വരുമ്പോ ഇതിൽ തന്നെ പോലെ. അന്നെന്തോ കംപ്ലൈന്റ് ചെയ്യുന്നു. അന്നെന്തോ കംപ്ലൈന്റ് ഇട്ടിട്ട് റിപ്പയർ നമ്മളിപ്പോ അടുത്ത ടൗണാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് എവിടെ അറിയോ? നമ്മളെ വള്ളിക്കടവ് എത്തിയിട്ടുണ്ട്. വള്ളിക്കടവ് എന്നൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളി. വള്ളിക്കടവ് ഈ ചർച്ചിന്റെ അടുത്തൊക്കെ ഞങ്ങള് 1-2 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഏരിയ ആണിത്. തയ്യേനി പോകാൻ പല റൂട്ടുണ്ട്. പയ്യന്നൂര് വഴി വരാം, കണ്ണൂരിന്ന് വരാം, തളിപ്പറമ്പിന്ന് വരാം, പിന്നെ മാനത്തുനിന്ന് വരാം, പിന്നെ കാഞ്ഞങ്ങാടുന്ന് വരാം, നീലേശ്വരം വഴി വരാം. പിന്നെ ഈ ചെറുപുഴ ചിറ്റാരിക്കൽ വഴി വരുന്ന എങ്ങനെയാ പയ്യന്നൂരിന്നാ? വഴികളാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ വഴികളാണ്. ഏല പോയാലും ഒരുവിധം എല്ലാ സ്ഥലത്തോട്ടും അങ്ങാടിയിലോട്ട് എത്തി. ഇപ്പൊ ഈ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ റോഡുണ്ട്. അതിൽ പോയാൽ ഇതിന്റെ അപ്പുറത്തോട്ട് ചാടും. ഇതാണ് മാലോത്ത് കസബ ഹയർ സെക്കൻഡറി സ്കൂൾ. മാലോത്ത് കസബ. ഇവിടെയൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളിട്ടോ. അല്ലേ മറക്കാതെ കമന്റ് ചെയ്യണം. ചിറ്റാരിക്കലിന് 7.5 കിലോമീറ്റർ ഇവിടുന്ന് വലത്തോട്ട് പോലെ, ചെറുപുഴയ്ക്ക് 14 കിലോമീറ്റർ. പക്ഷെ ഇതിലേം പോകാം നമുക്ക്. ചിറ്റാരിക്കൽ വഴി നമുക്ക് ആ റൂട്ടിനല്ലെന്ന് പോകാം. നമുക്ക് കൊന്നക്കാട് എത്തിയിട്ട് കൊന്നക്കാട് വഴി വേറെ റൂട്ടുണ്ട്. ആ റൂട്ട് ഞാൻ ആദ്യം കുറെ ആയിട്ട് എന്താ പറയുക, ഈ ഇടയ്ക്കാണ് എന്നോട് ഒരാൾ പറഞ്ഞത് അതിലിങ്ങനെ. പക്ഷെ ഇതാണ് കുറച്ച് മല കയറി പോണം. ആ മല കയറി ഇങ്ങനെ താഴോട്ട് ഇറങ്ങണം. കുറച്ച് പോകാനുണ്ടാവട്ടെ. പക്ഷെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് വാവുമായിട്ട് പോകാം. കുന്നൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് പോകാം അല്ലേ? പോകാം. ഇങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നതാണ് കൊന്നക്കാട് ടൗൺ. കൊന്നക്കാട് ടൗണിലേക്ക് എത്തിട്ടോ. കൊന്നക്കാട് ടൗണ് നല്ല ടൗണാണ്. അതൊക്കെ പോലെ നമുക്ക് നല്ലൊരു ഏരിയ കേട്ടോ. ഇവിടെ ഒരുവിധം ലാസ്റ്റ് എൻഡാണിത്. കേരളത്തിന്റെ എൻഡ് ഓഫ് ദി കേരളം ടൗൺ. നമ്മള് ഇനിയിപ്പോ വെള്ളരിക്കുണ്ടാണെങ്കിലും മാലോത്താണെങ്കിലും കൊന്നക്കാടാണെങ്കിലും എല്ലാ ടൗണിലും എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. അക്ഷയ കേന്ദ്രമായിട്ടും മറ്റും മറിച്ചും അല്ലേ, ക്ലിനിക്കുകളായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ് റൂട്ടാണ്. എല്ലാ സ്ഥലത്തോട്ടും ഇവിടുന്നാണ് ഇനി കോട്ടയം, കൊല്ലം, പാല, പത്തനംതിട്ട, ഇടുക്കി എല്ലായിടത്തോട്ടും ബസ് റൂട്ട് ഉള്ളത്. ഇതാ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് അവിടെ കേട്ടോ. ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ കയറണമെന്നില്ല, ഇവിടുന്ന് കണ്ടു. അപ്പൊ അവിടെയാണ്, ഇവിടെ വന്നിട്ടാണ് എല്ലാരും എല്ലാ ഭാഗത്തേക്കും പോണത്. പുതിയ ബസ് സർവീസ് ഒക്കെ തുടങ്ങിയിട്ട് ലൂക്ക, ബാംഗ്ലൂരിന് ലൂക്ക
ലൂക്കാ ബസ് നമ്മളെപ്പോഴും കാണല്ലേ ഇവിടുന്നാണ് വരുന്നത്. പിന്നെ നമുക്ക് കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പാല, മുണ്ടക്കൈ, അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇറങ്ങാം, സുഖാണ്. ഇവിടെയൊക്കെ സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എവിടെ ഇങ്ങൊക്കെ ഇറങ്ങി കയറേണ്ട ആവശ്യം വരില്ല. ആ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും ഇവിടെ സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോന്നാ മതിട്ടോ. നേരെ ബസ് കയറുക. ട്രെയിനിന് വരികയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എത്തും. പക്ഷെ നമുക്ക് കാഞ്ഞങ്ങാട് എത്തി കഴിഞ്ഞാൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ബസ് കയറിയാണ്. അതിലേറെ എളുപ്പം അവിടുന്ന് രാവിലെ കയറി ഇവിടുന്ന് ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് എത്തൂലേ? വൈകുന്നേരം അല്ലേ രാവിലെ ആകുമ്പോഴത്തേന് എത്തും. അങ്ങനെയാണ്. തത്വമസിയാണ്ട് പോണ തിരുവാതിര. അങ്ങോട്ടാണ് അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തേക്ക് പോണത് അല്ലേ? ഇത് വേറെ റൂട്ടാണ്. അവിടെ നല്ല വ്യൂ ഉള്ള അപ്പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മള് കയറ്റം ഇങ്ങനെ കയറി തുടങ്ങിട്ടോ. ഞാൻ അങ്ങോട്ട് കുന്നായിരിക്കും തോന്നണം. അങ്ങനെ കയറ്റം ഇങ്ങനെ കയറി കയറി അങ്ങ് മണ്ടക്കെത്തനായിരിക്കും ചിലപ്പോ. ഈ കൊന്നക്കാട് പറഞ്ഞ പേരെങ്ങനെ വന്നിട്ടുണ്ടാവും? കൊന്നകളുടെ നാടാവും. ഇവിടെ അങ്ങോട്ട് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. ഇവിടെ നല്ല വ്യൂ. കുറച്ചും കൂടി മേലെ എത്തിയിട്ട് നല്ല അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് വ്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടമാനം ടീമുകൾ വിളിക്കല്ലേ നമ്മളെ. നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളിവിടെ പോരല്ലേ? നമ്മളെ പോര്. വ്യൂ ഉള്ള സ്ഥലം വേണമെങ്കിൽ വ്യൂ ഉള്ളത്, വെള്ളച്ചാട്ടം ഉള്ളത് വേണമെങ്കിൽ വെള്ളച്ചാട്ടം ഉള്ളത്, തോട് വേണമെങ്കിൽ തോട്, എങ്ങനെയാണ് നിങ്ങൾ വേണ്ടത് അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഞങ്ങളെ കൊണ്ട് പോന്നോളിട്ടോ. ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുത്താൽ നമ്മളെ വ്യൂ ഉള്ള സ്ഥലം കാട്ടിത്തരാം. അപ്പൊ നമുക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. ഇതുണ്ട് ഞങ്ങള് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ നോക്കിയേ, ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എന്ത് സ്റ്റൈലാന്നറിയോ? നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു വഴിക്ക് പോകാൻ. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് എന്തൊരു സ്റ്റൈലറിയോ. വീടുകൾ കേട്ടോ ഇതിലൊക്കെ. ഈ സൈഡ് വഴിയിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്. താഴോട്ടാണെങ്കിലൊക്കെ വീടുകളുണ്ട്. നല്ല രസമുള്ളൊരു കുന്നിൻ പ്രദേശം അല്ലേ? റോഡ് കുറച്ച് ചെറുതാണല്ലേ? കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സാധനം ഉണ്ടാവും. പന്നിശല്യൊന്നും ഇല്ല. വെള്ളം കിട്ടും. നല്ല മണ്ണുള്ള ഏരിയ അങ്ങനെ. വീടുകളൊക്കെ പുതിയ വീടുകൾ പണിത് പുതിയ വീടുകളെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. റോഡ് കുറച്ച് ചെറുതാലേ? റോഡ് ഇത്ര പോരെ, സ്ഥലല്ലേ? കോട്ടഞ്ചേരി ചുട്ടഞ്ഞ് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കൂടി ഉള്ളു. ഫോറസ്റ്റ് പോണം. ഫോറസ്റ്റിൽ അങ്ങനെ പോവാൻ പറ്റുമോ നമുക്ക്? DFOയുടെ അനുമതി പോയിട്ടില്ല. പള്ളി ഇവിടുന്ന് കിട്ടൂല. അത്തിയെടുക്കാൻ പള്ളിയാണ്. പള്ളി കാണാം. അങ്ങനെ നമ്മളിപ്പോ കൊറേ ഇങ്ങോട്ട് എത്തിട്ടോ. ഇപ്പൊ ഈ ഒരു ഏരിയ കുറച്ച് നിരപ്പായി കിട്ടി അല്ലേ? കുറച്ചിങ്ങോട്ട് വന്നപ്പം ഇനി അവിടെ നിന്ന് ഇഞ്ഞും കയറ്റം കയറാണ്ടാവും. ഹമ്പുണ്ട്. കരിങ്കല്ലിൽ ഉണ്ടാക്കിയ വീടാണ്. കരിങ്കല്ലിൽ പണി തീർത്ത വീട്. അടവെട്ടല് കുറച്ച് ഭാഗം ഉപ്പ വെച്ചാല് ഭിത്തിയൊക്കെ കരിങ്കല്ലായിട്ട്. അപ്പൊ ഇനി ആദ്യം നമുക്ക് കയറ്റം കയറാൻ കേട്ടോ. ഇങ്ങനെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ, ഓട്ടോയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ. ഫുള്ള് വാഴത്തോട്ടങ്ങളൊക്കെയാണ്. ഫോറസ്റ്റ് അല്ല. കണ്ടല്ലേ ഈ സൈഡ് വഴിയെല്ലാം കുരുമുളക്, കൊന്നേമക്കൂടെല്ലാം ചീമക്കൊക്കെയാണ് ഫുള്ള് നട്ടുന്നിട്ട് അതേ കൂടെ ഒക്കെ കുരുമുളക് കണ്ടുപിടിപ്പിച്ചിട്ട്. വളവും തിരിവുള്ള റോഡല്ലേ?
ഉണ്ടല്ലേ. പിന്നെ അങ്ങോട്ട് താഴോട്ടൊക്കെ കാണും, നമുക്ക് കാണാനായിട്ടാണ്. പശു ഒക്കെ ഉണ്ട്, പശുവമ്മ ആണ്ട് അതിന്റെ കുട്ടിയായിരിക്കും അതിലെ. കാട്ടുപോത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് അറിയില്ലേ. ആന ഇറങ്ങുന്നൊക്കെ പറയണ്ട കാസർഗോഡ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആന ഇറങ്ങുന്ന സ്ഥലം ഇവിടെ ഉണ്ടാവൂലേ? ആർക്കറിയാം ആനപ്പോ എവിടെ ഇല്ലാത്ത. നമ്മളെ നാട്ടില് മമ്പാട് നമ്മളെ പുള്ളിപ്പാടത്ത് വരെ ആന വന്നില്ലേ. ആനൊക്കെ എല്ലായിടത്തുള്ളതല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കർണാടകയിൽ കൂടെ ഒക്കെ ഫോറസ്റ്റില് അതിലൊക്കെ ആന എത്രങ്ങാനും ഇറങ്ങണം. അപ്പൊ ആ ഫോറസ്റ്റ് അങ്ങോട്ട് കഴിയുമ്പോ തന്നെ എത്രങ്ങാനും വീടുകളാണുള്ളത് അല്ലേ. ആന ഉള്ളിടത്തും ഇല്ല ഇപ്പൊ ആൾക്കാര് താമസിക്കുന്നത്. ആന ഉള്ളിടത്ത് പോയിട്ടല്ലേ നമ്മള് വീട് വെക്കണത്. അത് പോണ വഴിക്കല്ലേ പോവുള്ളൂ. അത് പോണടത്ത് കൂടെ നമ്മള് വീട് വെച്ചാ പിന്നെ വരാക്കോ. കാണുമ്പോൾ പേടിയാകുന്നുണ്ടോ. അതെ, ജാതിത്തോട്ടാണ് ഈ കാണുന്നത് കേട്ടോ, ഈ മേലെ ഭാഗത്തത് ജാതിത്തോട്ടം. കോട്ടഞ്ചേരി അതെ. ആ ഏട്ടനാണോ കഴിഞ്ഞ തവണ വന്നപ്പോ കണ്ടത്? ആ വെള്ളച്ചാട്ടത്തിന്റെ വീടുകളൊക്കെ എത്രങ്ങാനുണ്ട് അതില്. എത്രങ്ങാനും ഇവിടെ വീതി കൂട്ടി. ഇപ്പറന്നാ നമ്മൾ ആ ചാമ്പോയപ്പിന്റെ ഒരു വീഡിയോ ഇട്ടതാ ഇവിടെ കാണണേ. വേണ്ട അല്ലേ. റോഡ് ഇവിടെ കുറച്ച് നല്ലതായി. വേറെ വണ്ടി വരുമ്പോ ഇല്ലെങ്കിൽ അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റിയിടാൻ ഗ്യാപ്പില്ലേന്നു. വളവും തിരിവും. ഇങ്ങോട്ട് റോഡിന്റെ വർക്ക് ഇങ്ങോട്ടുള്ള ഇനി നടന്നുകൊണ്ട് നിൽക്കാണ് കേട്ടോ. അങ്ങോട്ട് ഇനി ബാക്കി ബാലൻസ് ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കാനുണ്ട്. സൈഡ് വഴിയെല്ലാം കനാലെല്ലാം ആക്കിയിട്ടുണ്ട്, ചെറിയ ചാല്. കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മള് വന്നപ്പോ ഇവിടെ സൈഡാക്കിയിട്ട് ഇവിടുന്ന് കൊറേ ഫോട്ടോ എടുത്തിരുന്നു ആ സൈഡില്. ഞങ്ങടെ കയറ്റായിട്ടോ മലകളും കേറിക്കൊണ്ട് വണ്ടി സെക്കൻഡിലാ പോണത്. കേറി അങ്ങനെ പോവാ നമ്മള്. ഇതൊക്കെ ഉണ്ടല്ലേ കാപ്പിത്തോട്ടങ്ങള്. ഇതൊക്കെ ആ ഒരു വീട്ടുകാരെ പറമ്പൊക്കെയാണ് കേട്ടോ. എല്ലാവരും കൃഷിക്കാരാണ്. ഇവിടെ കൊറേ റബ്ബർ, കുരുമുളക്, കശുമാവ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിലൊന്നും റബ്ബർ വെട്ടുന്നില്ല. മഴക്കാലത്ത് വരെ റബ്ബർ വെട്ടില്ല ഇവിടെ. പ്ലാസ്റ്റിക് ഇടുന്ന തോട്ടങ്ങൾ വളരെ കുറവാണ്. കൃഷിയാണ് മെയിന്. ഇവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ മഴ കൂടുതലല്ലേ, ഹൈറ്റ് ഉള്ള ഏരിയ അല്ലേ, കുന്ന ഏരിയകളല്ലേ. വലിയ വലിയ വീടുകളുണ്ടല്ലേ. ഇവിടൊക്കെ ജീവിക്കാൻ നല്ല രസമായിരിക്കും. നല്ല തണുത്ത കാലാവസ്ഥയും പിന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും വേറെ രസം തന്നെ ആയിരിക്കും. നല്ല വൈബായിരിക്കും അല്ലേ. മഴക്കാലത്താണേലും മഞ്ഞുകാലത്താണേലും ഒക്കെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ വീടുകളുണ്ട്. കണ്ടു. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞോ? ഇനി അങ്ങോട്ടോ? അവിടുത്തെ തയ്യേനിലെ പാലാവയലല്ലേ? പാലാവയല് വില്ലേജ്, ചിറ്റാരിക്കൽ പഞ്ചായത്തല്ലേ. പഞ്ചായത്ത് ചിറ്റാരിക്കലല്ലേ, പഞ്ചായത്ത് പാലാവയലാവൂലേ. വില്ലേജാണ് ചിറ്റാരിക്കല്. ഒരു പിടുത്തമില്ല, എവിടെയോ എത്തിയിട്ടുണ്ട്. പള്ളിയുണ്ട്, സ്ഥലപ്പേര് മറന്നു. ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുത്ത പള്ളി. ഇതാണ് നമ്മളെ പ്രശസ്തമായ അത്തിയടുക്കം ദേവാലയം. ഇനി അങ്ങോട്ട് താഴോട്ട് ഇറക്കണം.
നമുക്ക് അങ്ങോട്ട് പോണം. ആ ഈ സൈഡിലല്ലേ ഫുള്ള് കപ്പ. ഇതാണ് അത്തിയടക്കം ചർച്ച് കേട്ടോ. ഇത് നമുക്ക് അങ്ങ് താഴ്ന്ന് കാണാം അല്ലേ? ഇത് വേറെ അതിരുമാവോ? ഞാൻ ഇതാണെന്ന് ഓർത്തത്. ഇതോ? അപ്പൊ ഇനി നമുക്ക് ഇറക്കാണ് അടുത്തത്. ഇറക്കിറങ്ങി നമ്മൾ ലാസ്റ്റ് എവിടെ എത്തുഞ്ഞ്? ആ പള്ളീന്റെ അവിടേക്ക് എത്തുക. നമുക്ക് പോയോക്കാ അല്ലേ? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ പോയുള്ളൂ. അതില് നമ്മള് ഇറക്കിറങ്ങാൻ പോവാണ്. ഇനിയിപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുവോ? ഇറക്കാനായിട്ട് ചിലപ്പോ പെട്ടെന്ന് എത്തും. ഭയങ്കര അഗാധമായ അങ്ങോട്ടൊക്കെ വീട് കണ്ടിട്ടോ. ആ ഭാഗത്തോട്ടല്ലേ? എനിക്കിങ്ങനെ മലയുടെ മണ്ടയ്ക്ക് വീട് വെച്ച് താമസിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഇഷ്ടമല്ല? ഇല്ല, ടൗണിലൊന്നും എപ്പോഴും പോക്ക് നടക്കൂല. ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ആകാൻ ടൗണിൽ കൂടെ ഒക്കെ നടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറ്റൂലല്ലോ. ഇവിടെ ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്, പക്ഷെ കാട് പിടിച്ച് കിടക്കുക. ഈ ഭാഗത്താ? പക്ഷെ അതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആകെ 10 ലക്ഷം രൂപ ചോദിക്കുന്നു. 3 ഏക്കറിനോ? 3 ഏക്കർ കാട് പിടിച്ച് കിടക്കാണ്. ഞാൻ എന്നാൾ പോയി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാടാണ്. ഓട്ടോ ഇവിടെ വരെ വരും കേട്ടോ, ഉള്ള ആളെ വെച്ചിട്ട്. എനിക്ക് ഈ റൂട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ റൂട്ടിനല്ല കേട്ടോ സ്ഥലം. ഞാൻ ഇതില് റോഡ് പോകണമല്ലോ തോന്നി. എന്നുണ്ട് റബ്ബർ തോട്ടം അങ്ങോട്ടൊക്കെ ഫുള്ള് റബ്ബറാണല്ലോ. ആ സൈഡിലോട്ട് വഴികളൊക്കെ ഉണ്ട് കേട്ടോ. വീടുണ്ടോ തോന്നുന്നു. അപ്പുറത്തേക്കോ? റോഡ് കൊഴിഞ്ഞുണ്ട്. ആ ഇടിഞ്ഞു പോയില്ലേ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? എനിക്കിതിനെ പേടി. ഞാൻ ആ പെരുമഴയത്ത് നിന്നാള് വന്നത്. എനിക്ക് പേടിയായതില്ല. സീറ്റ് ബെൽറ്റ് ചങ്ക് മുറുക്കണം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇപ്പല്ലേ? ഇപ്പല്ല, അത് നല്ല മഴക്കേ ഉള്ളൂ. ആ ഭാഗത്ത് ഇവിടെ താഴെ ഒരു കൊക്കയാണ്. ഇവിടെ വലിയ കുഴി പോലെ ഉണ്ട്. ഇങ്ങോട്ട് ഇനി തിരിച്ചു പോകുമ്പോ നമുക്ക് മറ്റേ വഴിക്ക് പോവാം കേട്ടോ. നമുക്ക് മാലോത്ത കടയിലും കേറിയല്ലോ ഷർട്ടൊക്കെ നോക്കാൻ. നമ്മളധികം കാഞ്ഞങ്ങാർന്ന് ഹോപ്സെയിലിനാണ് എടുക്കൽ കേട്ടോ. അവിടെ നല്ല നല്ല ഷർട്ടുകൾ വരും അല്ലേ? കഴിഞ്ഞ ഒരു തവണ ചെന്നപ്പോ ഒറ്റൊന്നും പാകമുള്ളതില്ല. സ്ഥിരം കടയാണ് കാഞ്ഞങ്ങാട് ഹോപ്സെയില്. അവിടുന്ന് കാര്യ ഷർട്ടുകളൊക്കെ എടുക്കുന്നുണ്ട് എന്ന് കമന്റ് ചെയ്തോളി. നല്ല കടയാണ്, സൂപ്പർ. ഇവിടെ അങ്ങോട്ടുള്ള കാഴ്ച ഉണ്ടോ? ഫുള്ള് അങ്ങ് മലകളൊക്കെ കാണാം. ഇതൊക്കെ റബ്ബർ തോട്ടാട്ടോ. ഈ താഴെ കാണാനെല്ലാം റബ്ബറൊക്കെ ആരെ കൊണ്ട് വെട്ടാൻ പറ്റൂലേ? എനിക്ക് വല്ല കവുങ്ങ് എന്തെങ്കിലും വെച്ചോളേന്നോ? കവുങ്ങാകുമ്പോ വേറെ കാര്യം അടക്കേറ്റും കൊണ്ട് ഇടയ്ക്കൽ ഒരു പണിയല്ലേ, പെറുക്കി പെറുക്കി. കൃഷിയോട് ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു ഇല്ലേ? നമ്മള് വണ്ടിന്റെ കോമ്പസ് ഒരു ലുക്കായിട്ടോ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോ. നമ്മളെ കോമ്പസ് ഇഷ്ടമായോണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളിട്ടോ. ഫുള്ള് വളവാണ്, പെരും വളവാ. ഒന്നൊന്നര വളവ്. നല്ല
മഴ പെയ്തിട്ടുണ്ട് തോന്നല്ലോ. കല്ല് നമ്മളീ മുത്തുമണി ആയതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ചൊറയൊന്നുമില്ല, എല്ലായിടത്തോട്ട് പോയിക്കോളും. അതാണ് പറയണേ നമ്മളെ ബൊലേറോ നമ്മളെ ചങ്കന്ന്, നമ്മളെ കട്ടയാണ്, നമ്മളെ മുത്താണത്. ഇനി നമ്മള് അടുത്ത ഒരു വണ്ടി എടുക്കാൻ വിചാരിക്കണത് ട്രാവലറാണ് കേട്ടോ അല്ലേ? എന്നിട്ട് അത് കാരവാനാക്കാനുള്ള ഒരു പ്ലാനിലാണ്. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ അല്ലേ? ട്രാവൽ വ്ളോഗുകളൊക്കെ ചെയ്യാൻ സുഖം നമ്മളെ ട്രാവലർ പോലത്തെ വാഹനങ്ങളാണ്. അതായത് നമുക്ക് അതിനകത്ത് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യാം. ഞങ്ങൾ ഈ പല വഴിക്കും പോണോണ്ട് കുക്ക് ചെയ്യലും ഭക്ഷണം എല്ലാം റെഡിയാക്കല്, അത് ഇത് കടത്തം എല്ലാം റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ആ ഒരു വണ്ടിയാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വണ്ടിയാണ് ഒരു 1-2 കൊല്ലത്തിന്റെ ഉള്ളില് മിക്കവാറും നമ്മള് ചെലപ്പോ അതിന് മുന്നേ എടുക്കൂലേ കിട്ടിയാല്. അപ്പൊ നോക്കണ്ട് അതൊക്കെ പോകും, അതെല്ലാ റോട്ട് കൂടിയും പോലെ പോണെന്നൊക്കെ ഉണ്ട്. കായ് വേണ്ടേ? കായ് 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 മൊത്തം നടക്കുക, സ്ഥലം കൊടുക്കാനുള്ള വീഡിയോ എടുക്കുക. ചെവി അടഞ്ഞു ഇറക്കിറങ്ങിട്ടാ ഇപ്പൊ നമ്മള് തയ്യേനി എത്താനായിട്ടോ. ചെറിയൊരു ഷോർട്ട് വഴിയും കൂടിയാണ്. തയ്യേരി ഇവിടെ നമ്മളൊരു 2 ഏക്കർ സ്ഥലം വിറ്റിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട 2 ഏക്കർ 40 അല്ല 2 ഏക്കർ വെറും 2 ഏക്കർ 20 ലക്ഷം രൂപയുടെ. അത് കഴിഞ്ഞിട്ട് 1 ഏക്കർ 20 സെന്റ് സ്ഥലത്തിന്റെ ഏകദേശം ഒരു കച്ചവടം ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാനുണ്ട്. ഇപ്പൊ തയ്യേനി പള്ളീന്റെ അവിടേക്ക് എത്തി നമ്മൾ കേട്ടോ. കുരിശുപള്ളീന്റെ അവിടെ എന്താണ് പള്ളി, ഇങ്ങോട്ട് ഈ ലെഫ്റ്റിലോട്ട് പോയാൽ അവിടെയാണ് പള്ളി ഉള്ളത്. ഇത് പള്ളീന്റെ അങ്ങോട്ട് പോണ റോഡാണ്. അപ്പൊ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. തയ്യേനി ടൗൺ ആണിത്. ബസ് ഇത് പയ്യന്നൂര് പോണ ബസ്സാട്ടോ. ചെറുപുഴ പാടിച്ചാല് പയ്യന്നൂര് അങ്ങനെ പോണ ബസ്സാണ്. പിന്നെ കടകളൊക്കെ കണ്ടില്ലേ, വലിയ വലിയ ഷോപ്പും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തയ്യേനി ടൗൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൗൺ ആണ്. കണ്ടോണ്ടിരിക്കാണല്ലോ നിങ്ങള്, നമ്മള് ഇടയ്ക്ക് കാണിച്ചു തരുന്നതും കൂടി അല്ലേ. അപ്പൊ ഇതുവരെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ തയ്യേനി ടൗണും കാര്യങ്ങളും ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരാ എന്നുള്ളതാണ്. ഇതാ സ്കൂളാണ് കാണുന്നത്, തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂള് 10ാം ക്ലാസ് വരെ ഉള്ളതുണ്ട്. പിന്നെ ഇതാക്കണേ കുരിശുപള്ളിയില്, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ ടയ്യേ? അപ്പൊ ഇതുവരെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടെ. പക്ഷെ നമ്മള് വേറെ കാര്യം ഉണ്ട് കേട്ടോ, വന്ന വഴി നോക്കണ്ട. വന്ന വഴി നമ്മൾ വേറെ റൂട്ടിൽ നിന്ന് കയറി വന്നതാണ്. ഇങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞതാണ് ഈ റോഡാണ്. അത് കാണിച്ചെടുത്താ ചെറുപുഴ ചിറ്റാരിക്കയിൽ നിന്ന് വരാം, ചെറുപുഴയിൽ നിന്ന് വരാം, എന്താ പറയാ പയ്യന്നൂരിൽ നിന്നൊക്കെ വരുന്ന നല്ല കിടിലൻ റോഡ്. ഈ റോഡ് നമ്മള് വന്ന എന്താ വെച്ചാല് എളുപ്പ വഴിക്കാണ് വന്നത്. ഞങ്ങൾക്ക് മാലോത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള വഴിയാണ് കേട്ടോ, പെട്ടെന്ന് എത്താൻ സൗകര്യത്തിന്. അപ്പൊ ആ വഴിക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ അത് നോക്കണ്ട, ഞങ്ങൾ എളുപ്പ വഴിക്ക് വന്നാണ്. നിങ്ങൾക്ക് പല വഴിക്കും വരാം, ഇഷ്ടം പോലെ വഴികളുണ്ട്, ബസ്സുകളും ഉണ്ട് എല്ലായിടത്തുനിന്നും ഇങ്ങോട്ട് എത്താൻ പയ്യന്നൂരൊക്കെ എത്തിക്കഴിഞ്ഞാല്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അതെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ. ബൈ. ചാനലുകൾ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലൻ യാത്രകളുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ചേട്ടാ.